പഴങ്ങൾ നമുക്കെല്ലാവർക്കും ഇഷ്ടമാണല്ലേ? നല്ല രുചിയും പോഷകഗുണങ്ങളുമുള്ള ഇവകൾ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ്. എന്നാൽ പല പഴങ്ങളുടെയും പിന്നിൽ ചില രഹസ്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. അത്തരം ചില കാര്യങ്ങളാണ് ഇന്ന് നാം കാണാൻ പോകുന്നത്. അപ്പോൾ ഫൺ ആൻഡ് ഫാക്ട്സ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വിറ്റാമിൻ സിയുടെ കലവറയാണ് ഓറഞ്ച് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. 5 ഇതളുകളുള്ള ഓറഞ്ച് പൂവിൻ്റെ പിസ്റ്റിൽ രൂപാന്തരപ്പെട്ടാണ് ഓറഞ്ചായി മാറുന്നത്. ഇവയുടെ പുറംഭാഗം പരിശോധിച്ചാൽ നിറയെ നേർത്ത സുഷിരങ്ങൾ കാണാം. ഇവയാണ് ഓയിൽ ഗ്ലാൻസ്. ഇവയിൽ നിന്നും വെജിറ്റബിൾ ഓയിൽ ഉണ്ടാക്കാം. ഇനി ഓറഞ്ചിൻ്റെ നെറ്റ് അടർത്തി കളഞ്ഞു നോക്കിയാൽ ഇതുപോലെ ഒരു പാറ്റേൺ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇവ എത്ര എണ്ണമുണ്ടോ അത്രയും മല്ലികൾ ആ ഓറഞ്ചിലുണ്ടാകും. പിന്നെ ഓറഞ്ചിൻ്റെ നാരിനെ വിളിക്കുന്നത് ആൽബെഡോ എന്നാണ്. വേര് വലിച്ചെടുക്കുന്ന ജലം കൃത്യമായി ഓറഞ്ചിലേക്ക് എത്തിക്കുന്ന ട്യൂബായാണ് ഈ നാരുകൾ പ്രവർത്തിക്കുന്നത്. വളരെ ഹെൽത്തിയായ ഒരു ഫ്രൂട്ടാണ് വാഴപ്പഴങ്ങൾ. കത്തിയില്ലാതെ തന്നെ പഴം കട്ട് ചെയ്തെടുക്കാനുള്ള ഒരു വിദ്യ പറഞ്ഞു തരട്ടെ. തോല് കളഞ്ഞതായതുപോലെ പഴത്തിൻ്റെ ഒരറ്റത്തുകൂടി അകത്തേക്ക് വിരൽ കയറ്റിയാൽ പഴം തായതുപോലെ 3 കഷ്ണങ്ങളായി മാറും. പഴത്തിലെ നാരുകൾ നമുക്കെപ്പോഴും ഒരു ശല്യമായി തോന്നാറുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ പഴത്തിന് ആവശ്യമായ ജലവും പോഷകങ്ങളും പഴത്തിനുള്ളിലേക്ക് എത്തിക്കുന്നത് ഈ നാരുകളാണ്. ഫ്ലോയം ബണ്ടിൽ എന്നാണ് ഇവയെ വിളിക്കുന്നത്. വേനൽക്കാലങ്ങളിൽ നാം ഏറ്റവും അധികം വാങ്ങിക്കഴിക്കുന്ന ഒരു ഫ്രൂട്ടായിരിക്കും തണ്ണിമത്തൻ. തണ്ണിമത്തനെടുത്ത് ഇതുപോലെ മുറിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് വെള്ള നിറത്തിൽ ഞരമ്പുകൾ പോലെ കാണുന്നതാണ് വാസ്കുലർ ബണ്ടിൽസ്. തണ്ണിമത്തനുള്ളിലേക്ക് പോഷകങ്ങളും ജലവും എത്തിക്കുന്നത് ഇവയാണ്. തണ്ണിമത്തൻ ഭാഗമാകുമ്പോൾ വാസ്കുലർ ബണ്ടിൽ അപ്രത്യക്ഷമാകാറാണ് പതിവ്. എന്നാൽ ചിലപ്പോഴൊക്കെ ഇങ്ങനെ ചെറിയ രീതിയിൽ ഇവയിൽ അവശേഷിക്കാറുമുണ്ട്. ഇനി രുചിയുള്ള തണ്ണിമത്തൻ തിരഞ്ഞെടുക്കാനുള്ള എളുപ്പ വഴികൾ പറഞ്ഞു തരാം. തണ്ണിമത്തൻ തിരഞ്ഞെടുക്കുമ്പോൾ കുറച്ച് മഞ്ഞ നിറമുള്ളവ നോക്കിയെടുക്കുക. തണ്ണിമത്തൻ്റെ നെട്ടിപ്പൊട്ടിച്ച ഭാഗം ബ്രൗൺ നിറമായവ തന്നെ നോക്കിയെടുക്കണം. പച്ച നിറമുള്ളവ പാകമാവുന്നതിന് മുമ്പേ പൊട്ടിച്ചതാകും. പിന്നെ ഇതുപോലെ കൊട്ടുമ്പോൾ വെള്ളം നിറച്ച ഡ്രമ്മിൽ നിന്നും വരുന്ന ശബ്ദമാണെങ്കിൽ അത് ധൈര്യമായി എടുക്കാം. ആർസനിക് എന്ന മാരക വിഷത്തെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ശരീരത്തിനകത്തെത്തിയാൽ ക്യാൻസറിന് വരെ കാരണമാകുന്ന ഈ വിഷം ആപ്പിൾ ജ്യൂസിലൂടെയും നമ്മുടെ ശരീരത്തിലെത്തുന്നു. നല്ല ടേസ്റ്റി ആയതുകൊണ്ട് തന്നെ ലോകത്താകമാനം ഒരുപാട് ഫാൻസ് ഉണ്ട് ഈ ബോട്ടിൽ ആപ്പിൾ ജ്യൂസിന്. ആപ്പിൾ ജ്യൂസിൽ അളവിൽ കൂടുതൽ ആർസനിക് കണ്ടന്റ് ഉണ്ടെന്ന് കണ്ടെത്തിയത് FDA തന്നെയാണ്. മുതിർന്നവരെ അപേക്ഷിച്ച് കുട്ടികളിൽ ഇത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഇനി ആപ്പിൾ ജ്യൂസ് വാങ്ങി കുടിക്കുന്നതിന് മുമ്പ് ഇതൊന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. നല്ല സ്വാദുള്ളൊരു ഫ്രൂട്ട് തന്നെയാണ് ലിച്ചി പഴങ്ങൾ. എന്നാൽ ശരിയായ രീതിയിലല്ല കഴിക്കുന്നതെങ്കിൽ നിങ്ങളെ കോമയിലെത്തിക്കാൻ വരെ ഇവയ്ക്ക് കഴിയും. ലിച്ചി ഫാമിനടുത്ത് താമസിക്കുന്ന ചില കുട്ടികൾക്കാണ് ഈ ദുരനുഭവം ഉണ്ടായത്. അതിന് കാരണം അവ നേരെ പഴുക്കുന്നതിന് മുമ്പാണ് അവരത് കഴിച്ചത്. മാത്രമല്ല വെറും വയറ്റിലാണ് പാകമാകാത്ത ലിച്ചിപ്പഴങ്ങൾ അവർ ഭക്ഷിച്ചത്. ലോ ബ്ലഡ് ഷുഗർ ഉണ്ടാക്കുന്ന ചില കണ്ടൻസ് ഇവയിലുണ്ട്. വെറും വയറ്റിൽ ഇത് കഴിക്കുമ്പോൾ എല്ലാ സൈഡ് എഫക്ട്സും കൂടി കുട്ടികളെ ബാധിക്കുന്നു. എന്നാൽ പഴുത്തു പാകമായാൽ വളരെ ഹെൽത്തിയായ ഒരു ഫ്രൂട്ടാണ് ഇവകൾ. വിറ്റാമിൻ സി, B2, പൊട്ടാസ്യം, കോപ്പർ എന്നിവയുടെ ഒരു പ്രധാന സ്രോതസ്സാണിവ. അപ്പോൾ നിങ്ങൾക്ക് ഈ കണ്ടതിൽ ഏത് കാര്യമാണ് കൂടുതൽ അതിശയം തോന്നിയതെന്ന് താഴെ കമൻറ്റ് ചെയ്യൂ. കൂടുതൽ വിനോദവും വിജ്ഞാനപരവുമായ വീഡിയോകൾക്കായി ഫൺ ആൻഡ് ഫാക്ട്സ് മലയാളത്തിൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.